ഹലോ എവറി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ വിർച്വലൈസേഷൻ്റെ യൂസസ്, ഡാറ്റ വിർച്വലൈസേഷൻ ടൂൾസ്, പിന്നെ ഇൻഡസ്ട്രീസ്. ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഡാറ്റ വിർച്വലൈസേഷൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഫസ്റ്റ് യൂസ് വരുന്നത്? അനലൈസ് പെർഫോമൻസ്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഒരുപാട് ഇയേഴ്സിനകത്തുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. അതിൻ്റെ മാനേജ്മെൻറ്റും ഡീറ്റെയിൽസും അനാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സിലുള്ള ഡാറ്റകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ വർഷത്തും കഴിഞ്ഞ ഇയറിലും ഒക്കെ ഉള്ളത് ഇങ്ങനെ അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോമൻസ് എത്രത്തോളം ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ ഈ ഡാറ്റ വിർച്വലൈസേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സെർച്ച് ആൻഡ് ഡിസ്കവർ ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ. ഇപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതായാലും ശരി, അതിനകത്തൊക്കെ ഈ ഒരു സിമിലർ ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻറ്റേർണലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ അത് അങ്ങനത്തെ ഡാറ്റ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുകയും ഡിസ്കവർ ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളിലും നമ്മൾ ഈ ഡാറ്റ വിർച്വലൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് AGL ബിസിനസ് ഇൻ്റലിജൻസ് ആണ്. മോസ്റ്റ് കോമൺ യൂസ് ഓഫ് ഡാറ്റ വിർച്വലൈസേഷനാണ് ഈ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് AGL റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡാറ്റ വിർച്വലൈസേഷൻ. അതേപോലെ തന്നെ റിയൽ ടൈം ഡാഷ്ബോർഡ്സ്, അതേപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഒരുപാട് റിസോഴ്സിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഡാറ്റ വിർച്വലൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസും മാനേജേഴ്സൊക്കെ അവർക്ക് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും ഡാറ്റ വിർച്വലൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓപ്പറേഷണൽ പ്രോസസ്സുകളും സച്ച് ആസ് സെയിൽസ്, സപ്പോർട്ട്, ഫിനാൻസ്, ലോജിസ്റ്റിക്, ലീഗൽ, കംപ്ലയൻസ്, അങ്ങനെ എല്ലാ ഏരിയകളും നമുക്ക് അനലൈസ് ചെയ്യാനും അതിനകത്ത് ഡിസിഷൻസ് എടുക്കാനൊക്കെ ഡാറ്റ വിർച്വലൈസേഷൻ്റെ യൂസാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് AGL ബിസിനസ് ഇൻ്റലിജൻസിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ്ഫുൾ ആവുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റ മാനേജ്മെൻറ്റ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷനകത്തുള്ള യൂണിഫൈഡ് ഡാറ്റകളും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പുകളും സെർച്ച് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും ഗവേൺ ചെയ്യാനൊക്കെ ഈ ഡാറ്റ വിർച്വലൈസേഷൻ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ലെയർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ വിർച്വലൈസേഷനകത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റ വിർച്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ലെയർ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ മാനേജ്മെൻറ്റ് ഏറ്റവും ഈസി ആയിട്ട് മുന്നോട്ട് പോകും. ഇത്രയാണ് നമുക്ക് ഡാറ്റ വിർച്വലൈസേഷൻ്റെ യൂസസ് പറയാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അനലൈസ് പെർഫോമൻസ് പറഞ്ഞു, സെർച്ച് ആൻഡ് ഡിസ്കവർ ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ പറഞ്ഞു, പിന്നെ AGL ബിസിനസ് ഇൻ്റലിജൻസ് പറഞ്ഞു, പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റും പറഞ്ഞു. ഇത്രയാണ് യൂസസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഡാറ്റ വിർച്വലൈസേഷൻ ടൂൾസ് ആണ്. എന്തൊക്കെ ടൂൾസാണ് ഡാറ്റ വിർച്വലൈസേഷനകത്ത് യൂസ് ചെയ്യുന്നത്? ഒന്ന് റെഡ് ഹാറ്റ് ജേബോസ് ഡാറ്റ വിർച്വലൈസേഷൻ ആണ്. അതായത് റെഡ് ഹാറ്റ് ഡെവലപ്പേഴ്സിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ് ഈ റെഡ് ഹാറ്റ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മൈക്രോ സർവീസസ്, കണ്ടെയ്നേഴ്സ് അതൊക്കെ യൂസ് ചെയ്യുന്ന ഇത്തരം ഡെവലപ്പേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ് റെഡ് ഹാറ്റ് എന്ന് പറയുന്നത്. അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. പിന്നെ വരുന്നതാണ് ടിപ്കോ ഡാറ്റ വിർച്വലൈസേഷൻ. ഈ ടിപ്കോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും യൂസേഴ്സിനെയൊക്കെയാണ്. അവർക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സസിനെയും ഡാറ്റ സെറ്റിനെയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതൊരു ബിൽറ്റ് ഇൻ ട്രാൻസ്ഫോർമേഷൻ എഞ്ചിനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. നോൺ റിലേഷണൽ ഡാറ്റയും അൺസ്ട്രക്ചേർഡ് ഡാറ്റ സോഴ്സസുകളും കമ്പൈൻ ചെയ്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൂൾ. എന്താണ്? ടിപ്കോ ഡാറ്റ വിർച്വലൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് ഡിനോഡോ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഡാറ്റ വിർച്വലൈസേഷൻ ടൂളാണ്. ഓർഗനൈസേഷനകത്ത് അവരുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ട്രാഫിക് ലോഡ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിനോഡോ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാർജ് ഡാറ്റ സെറ്റിനകത്തുള്ള റെസ്പോൺസ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ സ്മോൾ ആയിട്ടുള്ളതും ലാർജ് ആയിട്ടുള്ളതും ഓർഗനൈസേഷനകത്തൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഡിനോഡോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ടൂൾസിനകത്ത് പറഞ്ഞത്? ഫസ്റ്റ് ടൂൾ എന്തായിരുന്നു? റെഡ് ഹാറ്റ് വിർച്വലൈസേഷൻ. പിന്നെ വരുന്നത്
റെഡ് ഹാറ്റ് നമ്മൾ പറഞ്ഞു ഡെവലപ്പേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. റിട്ടൺ ഇൻ ജാവയാണ്. പിന്നെ വരുന്നത് ടിബ്കോ ആണ്. അത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും യൂസേഴ്സിനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സസിൽ നിന്നൊക്കെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിനോഡോ പറഞ്ഞു നെറ്റ്വർക്കിനകത്ത് വരുന്ന ട്രാഫിക് ലോഡ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അതുപോലെ സ്മോളിലും ലാർജിലും ആയിട്ടുള്ള ഓർഗനൈസേഷനകത്തൊക്കെ ഡിനോഡോ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ്. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഇൻഡസ്ട്രിക്കകത്ത് ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ത്രൂ അവർക്ക് പെർ കസ്റ്റമർ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ റിയൽ ടൈം ആയിട്ടുള്ള ODS, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ODS ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കസ്റ്റമർ ഇൻസൈറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ കസ്റ്റമർ കെയർ ഒപ്റ്റിമൈസ് ചെയ്യാനും ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിക്കകത്ത് നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഫിനാൻസാണ്. ഫിനാൻസ് ഫീൽഡിലും നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയൊക്കെ വേണ്ടിയിട്ടാണ്? ട്രേഡ് റീകൺസൈലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ ഡെമോക്രസി എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ കോംപ്ലക്സിറ്റി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് റിസ്ക് ഇൻകമൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഫിനാൻസിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഗവൺമെൻറ് സെക്ടറിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഡാറ്റയും അത് മാനേജ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ സെക്യൂർഡ് ആക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സെക്ടറിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ എൻവിറോൺമെൻറ്റ്. പിന്നെ വരുന്നതാണ് ഹെൽത്ത് കെയർ. ഡാറ്റ വിർച്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഹെൽത്ത് കെയറിനകത്തുള്ള. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹിസ്റ്ററി മൊത്തം അവരുടെ കയ്യിൽ വരുന്ന എന്താണ്, അവരുടെ കയ്യിൽ ഡാറ്റ വിർച്വലൈസേഷൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? പേഷ്യൻറ്റ് കെയർ ഇമ്പ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ കൊണ്ടുവരാം, M&A സൈനർജീസ് ആക്സിലറേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലെയിം അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയറിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വെരി ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ റോൾ അതിനകത്ത് ഉണ്ട്. പിന്നെ വരുന്നതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കകത്തും ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഫാക്ടറീസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, IT അസറ്റ്സ് യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാനുഫാക്ചറിനകത്തും ഡാറ്റ വിർച്വലൈസേഷൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയാനുള്ളത്. ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയാണ്, പിന്നെ വന്നത് ഫിനാൻസ്, പിന്നെ ഗവൺമെൻറ്, പിന്നെ ഹെൽത്ത് കെയർ, പിന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതാണ് ഡാറ്റ വിർച്വലൈസേഷൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ. അതിനകത്ത് നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ്റെ യൂസസ് എന്താണ്, ഡാറ്റ വിർച്വലൈസേഷൻ ടൂൾസ് എന്താണ്, ഏതൊക്കെ ഇൻഡസ്ട്രീസാണ് ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്